ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് അയവ് വന്നെങ്കിലും ഇന്ത്യൻ സൈന്യം അതീവ ജാഗ്രത തുടരുന്നു. കിഴക്കൻ ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈന അടിസ്ഥാന സൗകര്യങ്ങൾ വൻതോതിൽ വർദ്ധിപ്പിച്ചതാണ് ഇതിന് കാരണം. റോഡുകൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ എന്നിവ അതിവേഗം വികസിപ്പിച്ച് വെറും 3 മണിക്കൂറിൽ വൻതോതിൽ സൈനിക വിന്യാസം നടത്താൻ ശേഷിയുള്ള ഒരു സൈനിക ശക്തിയായി ചൈന മാറിയിരിക്കുന്നു. ഇത് ഇന്ത്യക്ക് ഒരു പുതിയ ഭീഷണി ഉയർത്തുന്നു. അതിനാൽ നിലവിലെ പിൻവലിക്കൽ നടപടികൾക്കിടയിലും പൂർണ്ണമായി ചൈനയെ വിശ്വസിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കില്ല. 2020 ജൂണിൽ നടന്ന ഗൽവാൻ സംഘർഷത്തിന് ശേഷം 2020 ജൂണിൽ നടന്ന ഗാൽവാൻ സംഘർഷത്തിന് ശേഷം 4 വർഷത്തോളം നീണ്ട സംഘർഷാവസ്ഥയ്ക്കും സൈനിക വിന്യാസങ്ങൾക്കും ശേഷം ഇരു രാജ്യങ്ങളും സൈനികരെ പിൻവലിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ചൈനീസ് സൈന്യം 100 കിലോമീറ്റർ ദൂരത്തേക്ക് പിൻവാങ്ങിയതായി കണക്കാക്കുന്നു. ഇന്ത്യയും സമാനമായ രീതിയിൽ സൈനികരുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. എന്നാൽ ചില തന്ത്രപ്രധാന മേഖലകളിൽ ഇപ്പോഴും സൈനികർ മുഖാമുഖം നിൽക്കുന്ന സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 45,000 മുതൽ 50,000 വരെ സൈനികർ LACയുടെ സമീപത്ത് ചൈനീസ് ഭാഗത്ത് ഉണ്ടെന്നാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ വിലയിരുത്തൽ.